ഫാദർ കളത്തിൽ മാത്യു MSF രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 24 ആന്തരിക സൗഖ്യ പ്രാർത്ഥന. ഭാഗം 4 വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി. ആന്തരിക സൗഖ്യ പ്രാർത്ഥന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നടത്തുന്നത് അഭികാമ്യമാണ്. അല്ലായെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നടത്താവുന്നതാണ്. കുറച്ചു സമയം ഇതിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. വ്യക്തിപരമായും കൂട്ടായും ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്താവുന്നതാണ്. ഒരു വൈദികന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല രീതിയിലും ശുഭാപ്തി വിശ്വാസത്തോടെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ, എന്നെ, നമ്മൾ, ഞങ്ങൾ ഈ വാക്കുകൾ അവസരോചിതമായി സ്വീകരിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യവും വിടുതലുകളും ശാന്തിയും രൂപാന്തരീകരണങ്ങളും മാനസാന്തരവും ഉണ്ടാകുന്നു. അനാവശ്യമായി സ്വയം കുറ്റപ്പെടുത്തരുത്. മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരുണയും സ്നേഹവും എത്രയോ വലുതാണ്. കർത്താവായ യേശുവെ, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ച് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങൾ ജനിച്ച നിമിഷത്തിലേക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കും കടന്നു വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ജനനാവസരത്തിലെ വിഷമതകൾ എന്തു തന്നെയായാലും അവയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ മോചിക്കപ്പെടുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെയും കുടുംബത്തിലെയും സ്നേഹമില്ലായ്മ, ദാരിദ്ര്യം, ഭിന്നത, അകാരണമായ കഠിനാധ്വാനം, രമ്യതയില്ലായ്മ മുതലായവ മൂലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നീരസം, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും അകറ്റി പകരം സ്നേഹം, ക്ഷമ, രമ്യത, വിശുദ്ധി, സന്തോഷം, സമാധാനം എന്നിവയാൽ നിറയ്ക്കണമേ. സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. യേശുനാഥ, അങ്ങാണല്ലോ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ച് സ്വീകരിച്ചത്. അങ്ങേ സ്വന്തമായ വൈദികരെയും സന്യസ്തരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരസ്പർശം ഞങ്ങൾ അനുഭവിക്കട്ടെ. തിരുപ്പെട്ട കൂദാശയിലൂടെ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും മുദ്രയും തന്നതിന് ഞാൻ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. വ്യക്തിപരവും സാമൂഹ്യപരവുമായ അങ്ങേ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അന്തസ്സനുസരിച്ച് വിശ്വസ്തയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വരദാന ഫലങ്ങളും കൊണ്ട് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിറയ്ക്കണമേ. അവിടുത്തെ പ്രത്യേക സ്പർശനത്താൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നാലും അവിടുന്ന് തന്ന സ്നേഹം മറ്റുള്ളവരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വേദനകളെയും മുറിവുകളെയും ഈശോയെ നീക്കം ചെയ്ത് സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ സ്തുതി. ഈശോനാഥ, ഞങ്ങളുടെ അറിവില്ലായ്മ, അനുഭവമില്ലായ്മ, പെട്ടെന്നുള്ള സ്ഥലം മാറ്റം, പ്രതീക്ഷിക്കാത്ത ജോലി ഏറ്റെടുക്കൽ, പുതിയ അധികാരികൾ, അധികാര ദുർവിനിയോഗം, സമൂഹത്തിൽ നിന്നുള്ള ഭിന്നത മുതലായവയും അവയുടെ സ്വാധീനവും ഞങ്ങളിൽ നിന്ന് നീക്കി അവിടുത്തെ തിരിച്ചോരയാൽ സുഖപ്പെടുത്തണമേ. കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സ്നേഹവും സ്വാന്തനവും ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യവും നൽകി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ, സംരക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ അങ്ങല്ലാതെ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ വഴികളെ ആശ്രയിക്കാതെ, സ്വാധീനിക്കപ്പെടാതെ അങ്ങേ തിരുഹൃദയത്തിൽ മാത്രം ആശ്രയിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് വിവേകവും ശക്തിയും നൽകിയാലും അങ്ങേ ഉള്ളംകൈ ഞങ്ങളെ സൂക്ഷിച്ച് അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, മണ്ടത്തരങ്ങളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അത്യാഗ്രഹങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോനാഥ, അങ്ങയുടെ ജനത്തെ ഞങ്ങളിലും ഞങ്ങളിലൂടെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം ഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ പോരായ്മകൾ നീ കാണുന്നുണ്ടല്ലോ. പരിശ്രമിക്കേണ്ടിടത്തോളം ഞങ്ങൾ പരിശ്രമിച്ചിട്ടില്ലായിരിക്കാം. പ്രാർത്ഥനയുടെ മനുഷ്യരാകുവാൻ ഇപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങേക്ക് തൃപ്തിയായ വിധം ഞങ്ങളുടെ പ്രതീക്ഷകൾ ഞങ്ങളിൽ പൂവണിഞ്ഞിട്ടില്ല. അങ്ങയുടെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനങ്ങൾ ഇനിയും ഞങ്ങളുടെ ഹൃദയത്തിൽ തറച്ച് കയറിയിട്ടില്ല. ജീവിതത്തിലെ
വേദനകളും പ്രയാസങ്ങളും വീർപ്പുമുട്ടുകളും ഓർമ്മകളും അങ്ങ് കാണുന്നുണ്ടല്ലോ. നേടേണ്ടവയെല്ലാം അങ്ങ് തന്നെ നേടിത്തരണമേ. കുറവുകളെ അങ്ങ് പരിഹരിച്ചാലും ഈശോയെ ഞങ്ങളെ ആത്മീയമായും മാനസികമായും സുഖപ്പെടുത്തിയാലും അവിടുത്തെ പക്വതയും പൂർണ്ണതയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയെ അനുഗമിച്ച നിമിഷം മുതൽ ഓരോ അംഗത്തെയും അവിടുത്തെ മാറോട് ചേർത്ത് വച്ച് സൗഖ്യം നൽകണമേ. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. അഭയശിലയായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളിലൂടെ ലോകം അറിയട്ടെ. സുവിശേഷം സ്വീകരിച്ച് എല്ലാവരും അങ്ങയെ നാഥനും കർത്താവുമായി സ്വീകരിക്കട്ടെ, പ്രഘോഷിക്കട്ടെ. ഈശോയെ, ധീരതയോടെയും ശക്തിയോടെയും അങ്ങേ സുവിശേഷം ഈ ലോകത്തിന് നൽകുവാൻ അങ്ങേ വചനത്താലും സ്നേഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളിൽ വർഷിക്കുന്ന അനുഗ്രഹാശിസ്സുകൾക്ക് അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഐക്യത്തിന്റെ പരിശ്രമങ്ങൾ സമ്പൂർണതയിൽ എത്തിച്ചാലും ഭിന്നതകളെ തകർക്കണമേ. വചനത്താൽ ഞങ്ങൾ നവീകരിക്കപ്പെടട്ടെ. അങ്ങാണല്ലോ യഥാർത്ഥ സ്നേഹവും സ്നേഹപിതാവും. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ മഹത്വം, പരിശുദ്ധാത്മാവെ സ്തുതി. സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, പ്രാർത്ഥനയും ധ്യാനവും ത്യാഗപ്രവൃത്തികളും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അങ്ങയെപ്പോലെ പാപികളെയും പാവങ്ങളെയും സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങളിൽ ചൊരിയണമേ. ഈ ലോകത്തിന്റെ ആകർഷണത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. മിഷണറി ജീവിതത്തിലെ കൂടുതലായ ബുദ്ധിമുട്ടുകളും പുതിയ ഭാഷ, പുതിയ ജനം, പുതിയ സ്ഥലം, പുതിയ ജീവിത രീതി എന്നിവയും മറ്റു പ്രയാസങ്ങളും അപകടങ്ങളും ദുഃഖങ്ങളും വെല്ലുവിളികളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ഞങ്ങളെ കീറിമുറിച്ചു. പലരും ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വ്യഗ്രതകളും അത്യാഗ്രഹങ്ങളും മുന്തിരിത്തോപ്പിലെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഈശോയെ, ഞങ്ങളുടെ ഈ പരിത്യക്ത അവസ്ഥയിലേക്ക് കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും കടന്നുവന്ന് പരിഹാരവും സൗഖ്യവും ഏകണമേ. മുറിവുകളെ ഉണക്കണമേ, വേദനകളെ ഒപ്പിയെടുക്കണമേ. ഞങ്ങളുടെ ഗുരുവും നാഥനും കർത്താവും സ്നേഹവാനുമായ യേശുവെ, ഞങ്ങളുടെ പരിശീലന കാലഘട്ടങ്ങളിലെ വേദനാജനകമായ ഓർമ്മകളെ സുഖപ്പെടുത്തി ഊഷ്മളതയും സാന്ത്വനവും നന്മയും വിശുദ്ധിയും കൊണ്ട് നിറയ്ക്കണമേ. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സൗഖ്യത്തിനും ക്ഷമയ്ക്കും സ്നേഹത്തിനും വിടുതലിനും ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ച സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സന്യാസവ്രതങ്ങൾ വാഗ്ദാനം ചെയ്ത ധന്യമായ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച മധുര ദിവസത്തെ അങ്ങേ പക്കൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ആത്മസമർപ്പണത്തിലേക്ക് നയിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഞങ്ങളുടെ അഭാവം അവർക്ക് ദുഃഖത്തിന് പകരം സന്തോഷത്തിന് കാരണമാവട്ടെ. നിരാശയും ദുഃഖവും പൈശാചിക ബന്ധനങ്ങളുമുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈശോയെ അങ്ങ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. അന്യായമായി വിമർശിക്കപ്പെട്ടപ്പോഴും കളിയാക്കപ്പെട്ടപ്പോഴും ശിക്ഷിക്കപ്പെട്ടപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും ഉണ്ടായ വേദനിപ്പിക്കുന്ന ഓർമ്മകളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. എല്ലാവരോടും എല്ലാറ്റിനോടും ക്ഷമിക്കുവാൻ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ചാലും ഈ ലോക സുഖങ്ങളും ചാപല്യങ്ങളും അധാർമികതകളും ഞങ്ങളെ പ്രലോഭിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഞങ്ങൾ അവയെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. അവിടുത്തെ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴുക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ആത്മീയ ചൈതന്യത്താൽ നിറയ്ക്കുകയും ചെയ്താലും യേശുവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വചനത്തിന് സാക്ഷ്യം നൽകി സദാ ജീവിക്കുവാനും ദൈനംദിന രക്തസാക്ഷികളാകുവാനും കൃപ ചൊരിയണമേ. നല്ലവരായി ജീവിക്കുവാനും അനേകായിരങ്ങളെ അങ്ങയിലേക്ക് ആനയിക്കുവാനും വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ സ്തുതി. ഈശോനാഥ, എല്ലാ തരത്തിലുള്ള അലർജികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. സന്തോഷത്തോടെ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ. സഭയിലെ എല്ലാ അധികാരികളെയും അനുഗ്രഹിക്കണമേ. വിശ്രമ ജീവിതം നയിക്കുന്നവരെയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അർപ്പിതരെയും അവിടുത്തെ സ്നേഹസാമീപ്യം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. യേശു തമ്പുരാനെ, കൂദാശകൾ ശുഷ്കാന്തിയോടെ പരികർമ്മം ചെയ്യുവാൻ, പ്രാർത്ഥനയുടെ മനുഷ്യരാകുവാൻ, അങ്ങേ വചനം നന്നായി പ്രഘോഷിക്കുവാൻ ശക്തിയും കൃപയും നൽകിയാലും പാപകരമായതെന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നിമിഷം അവയെ ദൂരീകരിക്കണമേ. വിശുദ്ധരായ
ധന്യരായ വൈദികരും സന്യാസിനികളും ആകുവാൻ ധാരാളം യുവാക്കന്മാരെ അങ്ങ് വിളിക്കണമേ. ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യവും ശാന്തിയും വിമോചനവും കൊണ്ട് വൈദികരെയും സന്യസ്തരെയും നിറയ്ക്കണമേ. ത്രിത്വിക ദൈവമേ, അങ്ങ് വർഷിച്ചതും വർഷിച്ചുകൊണ്ടിരിക്കുന്നതും വർഷിക്കാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും സൗഖ്യത്തിനും വിടുതലുകൾക്കും അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുകയും ആരാധിക്കുകയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ മഹത്വം, പരിശുദ്ധാത്മാവെ സ്തുതി. പരമകാരുണികനായ ദൈവമേ, മരണശേഷം നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വചനത്തെ വളർത്തിക്കൊണ്ടുവന്ന യൗസേപ്പ് പിതാവെ, ഞങ്ങളിൽ വചനം വേരൂന്നുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ. ലിവ് ജീസസ്. അരൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിനു മുമ്പുള്ള അർപ്പണ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ നിത്യരക്ഷയെ സംബന്ധിക്കുന്ന അങ്ങയുടെ പദ്ധതി ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈശോ കർത്താവാണെന്ന് പരസ്യമായി ഞാൻ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം എന്നീ കൂദാശകളിലൂടെ അങ്ങയുടെ ശിശുവായി ഉയർത്തിയതിനും അവിടുത്തെ അരൂപിയോട് എന്നെ അടുപ്പിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, അങ്ങയെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. പാപത്തിൽ നിന്നും ലൗകികതയിൽ നിന്നും സ്വതന്ത്രമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കും പരിപൂർണമായി അങ്ങയുടേതായിരിക്കുവാനും അങ്ങയുടെ നിയമം സ്വീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവെ, അങ്ങയെ എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. ജീവിതകാലം മുഴുവൻ പരിശുദ്ധാരൂപിയുടെ പ്രചോദനങ്ങളും പ്രേരണകളും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആത്മീയവും ശാരീരികവും മാനസികവും സ്വാതന്ത്ര്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഞാൻ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നതിനും നിറയുന്നതിനുമായി അങ്ങേ തിരുമുമ്പിൽ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവെ, വിശ്വാസത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. ആത്മാവായ ദൈവമേ, എന്റെ നാവിനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മുഴുവനായും അങ്ങേപ്പക്കൽ വിടുതലിനായി സമർപ്പിക്കുന്നു. അവിടുത്തെ അരൂപിയാലും മോചനത്താലും വചനത്താലും എന്നെ നിറച്ചാലും ആത്മാവിന്റെ വരദാനങ്ങളാൽ എന്നെ നിറച്ച് അനുഗ്രഹിച്ചാലും സഭയെ പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.